ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക. അതിലപ്പുറമൊന്നും വേണ്ട. ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഇവിടുത്തെ പൊന്മള പഞ്ചായത്തിലുള്ള മുഴുവൻ UDFൻ്റെ ആളുകൾക്കും വോട്ട് ചെയ്യും. പൊന്മള ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ UDF നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ പ്രധാന ആയുധം. എന്തൊക്കെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാണ് UDFന് മുന്നോട്ട് വെക്കാനുള്ളത്? പൊന്മള പഞ്ചായത്ത് ഭരണസമിതി UDF എന്ന് പറയുമ്പോൾ അതിൽ ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, രാജ്യസഭ MP ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും ഫണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എൻ്റെ വാർഡിൽ തന്നെ 6,60,00,000 രൂപയുടെ വികസന പ്രവർത്തനം നടത്തി എന്നുള്ളത് ഞാൻ പറയുമ്പോൾ തൊട്ടടുത്ത വാർഡായ മണ്ണയിൽ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. പൊന്മള പഞ്ചായത്തിൽ തന്നെ ഇത്ര മോശപ്പെട്ട ഒരു വാർഡ് വേറെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 6 കോടിയിലേറെ വികസനം എന്തൊക്കെ പ്രോജക്റ്റുകളിലാണ് സാധ്യമാക്കിയിട്ടുള്ളത്? അതിൽ അവിടെ കുളങ്ങൾ നവീകരണം ഉണ്ടായിട്ടുണ്ട്. കുളം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ ജില്ലയിൽ നീന്തൽ പരിശീലനം നടത്താൻ, അതിൻ്റെ അപ്പുറം ജില്ലയിൽ നടത്തിയിട്ടുള്ള SSLC കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിനുള്ള ടെസ്റ്റ് നടത്തിയെന്ന് വരെ ആ കുളത്തിലായിരുന്നു. അത്ര സൗകര്യങ്ങൾ കുളമാണത്. അതിന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. വേറെ അതുപോലെ പറയാവുന്നൊരു വികസനം പറയാവുന്നത് കോൽക്കുളം ചേണ്ടി റോഡ് MLAയുടെ അടുത്ത് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും ഞങ്ങളൊക്കെ UDF ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ട് 5 കോടി രൂപ MLAയുടെ ഒരു ഫണ്ട്, അത് ഞങ്ങളിപ്പോൾ ആ റോഡൊക്കെ പോയി കാണേണ്ട രീതിയിൽ മൊത്തത്തിൽ പൊന്മള പഞ്ചായത്ത് തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു റോഡാണ് കോൽക്കുളം ചേണ്ടി റോഡ്. പെൻഷൻ അദാലത്ത് പൊന്മള പഞ്ചായത്താണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അന്ന് ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഞാനും ഇവിടുത്തെ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവുണ്ട് സലീം, ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഉമ്മൻചാണ്ടിയെ പോയി കണ്ടത്. ആ സമയത്ത് ഞങ്ങളെ ഒരു ആവശ്യപ്രകാരമാണ് കേരളത്തിൽ മുഴുവൻ പെൻഷൻ അദാലത്ത് നടത്തിയത്. അതിൽ ഞങ്ങൾക്ക് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ആരെങ്കിലും ഉള്ള ഒരാൾ റേഷൻ കാർഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന് പലിശ പ്രകാരം അവൻ്റെ തിരിച്ചു പിടിക്കുക. പൈസ അരി വാങ്ങിയാലും ശരി, അതുകൊണ്ട് എന്താ ആനുകൂല്യം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഗവൺമെൻറ് തിരിച്ചു പിടിക്കും. അപ്പോൾ ഇത് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങുക എന്നുള്ളൊരൊറ്റ ഇതാണ് അവരത്തുള്ളത്. ഇനിയിപ്പോൾ അവർ ചെയ്യുന്ന വേറെ ഇതെന്താണെന്ന് അറിയോ? എനിക്ക് നല്ല വിശ്വാസമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാകുമ്പോൾ പറയും ഇവർ വേറെ അത് ചെയ്തു ഇത് ചെയ്തു പറഞ്ഞ് ഇല്ലാത്ത പ്രചരണങ്ങൾ ഇറക്കിയിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കാൻ നോക്കും. പക്ഷേ ജനങ്ങളതിലൊന്നും വശംവദനാവില്ല. ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. എൻ്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.